ശ്രീ പ്രശാന്ത്, PV അൻവറിനെ UDF ബേപ്പൂരിൽ മത്സരത്തിന് ഇറക്കുമ്പോൾ അത് ആ ഒരു മണ്ഡലത്തെ മാത്രം ലക്ഷ്യം വെച്ചല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. മലബാർ ജില്ലകളിൽ ഉടനീളം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഒപ്പം ബേപ്പൂരിൽ ഇത് മുഹമ്മദ് റിയാസിന് കടുത്ത അഗ്നിപരീക്ഷയാകുമെന്നും ഉറപ്പാണ്. എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലബാർ ജില്ലകളെ ദീർഘകാല റിപ്പോർട്ടിംഗ് എക്സ്പീരിയൻസും മുസ്ലിം പൊളിറ്റിക്സ് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മറ്റാര് പറയുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ട് ഇത് വിശദീകരിക്കാൻ താങ്കൾ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അൻവറിനെ ബേപ്പൂരിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ UDF ലക്ഷ്യം വെക്കുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെയാണ്. കാരണം റിയാസ് എന്നുള്ളത് ഒരു വ്യക്തി എന്നതിൽ കവിഞ്ഞ് അൻവർ തന്നെ പറയുന്നത് പിണറായിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് റിയാസ് ബേപ്പൂരിൽ മത്സരിക്കുന്നത് UDFന്റെ കണ്ണിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ റിയാസ് സ്വന്തമായി ഒരു വ്യക്തിത്വം ബേപ്പൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും വലിയൊരു അളവിൽ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെയും. പക്ഷേ അൻവർ അല്ലെങ്കിൽ UDF ശ്രമിക്കുന്നത് പിണറായി വിജയൻ എന്ന ഒരു വലിയ ഒരു മറയുടെ പിന്നിൽ നിൽക്കുന്ന കേവലം ഒരു നിഴൽ മാത്രമായിട്ട് റിയാസിനെ ഒതുക്കുകയും അങ്ങനെ റിയാസിന്റെ ഒരു ഫൈറ്റിലൂടെ പിണറായിസം എന്ന് അവരുദ്ദേശിക്കുന്നതിന്റെ വലിയൊരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം അൻവർ ഉന്നയിച്ച കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പില് ഇപ്പോഴും ചർച്ചയായി വരുന്നത്. അപ്പൊ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പിണറായി വിജയന്റെ അല്ലെങ്കിൽ CPM-ന്റെ എന്ന് പറയുമ്പോൾ CPM പാർട്ടിയെ മൊത്തത്തിൽ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് പിണറായി വിജയന്റെ കീഴിലുള്ള CPM എങ്ങനെയാണ് RSSുമായിട്ട് സന്ധി ചെയ്യുന്നത്, എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒരു കോംപ്രമൈസിലേക്ക് പോയത്. അതായിരിക്കും ഒരുപക്ഷെ അൻവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കാരണം അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മലപ്പുറം ജില്ലയെ ക്രിമിനലൈസ് ചെയ്യുന്നതിൽ, മലപ്പുറം ജില്ലയിലെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയുന്നതില് പിണറായി വിജയൻ ശ്രമിച്ചു എന്നതാണ്. കള്ളക്കടത്തിലൂടെ കിട്ടുന്ന പണം, ആ ഫണ്ടിങ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് അന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിലൂടെ ഒരു സമുദായത്തെ ഒരു ജില്ലയെ മൊത്തം ക്രിമിനലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞ കാസർഗോഡും മലപ്പുറവും ആ പരാമർശവും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും അൻവർ പണ്ട് ഉയർത്തിയ കാര്യങ്ങളാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് വേറൊരു രീതിയിൽ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അൻവറിന്റെ സാന്നിധ്യം UDFനെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അപ്പൊ ഇത്തരം പ്രചരണങ്ങളെല്ലാം ഒരു പ്രഭവ കേന്ദ്രമായിട്ട് ബേപ്പൂരിനി മാറും അല്ലേ? തീർച്ചയായിട്ടും മലബാറിലെ ഒരു രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് ബേപ്പൂരായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. UDF CPM-നെതിരെ ഉയർത്താൻ പോകുന്ന, ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങളുടെയും ഒരു ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ബേപ്പൂരാണ്. അത് ആദ്യം ഉന്നയിച്ചത് അൻവറാണ്, പിന്നെയാണ് മറ്റുള്ളവർക്ക് ഏറ്റുപിടിക്കുന്നത്. അതുകൊണ്ട് അൻവർ എവിടെ മത്സരിക്കുന്നുവോ അവിടെ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങള് തീർച്ചയായിട്ടും കേരളത്തിൽ മൊത്തത്തിലും പ്രത്യേകിച്ച് മലബാറിലും അതിന്റെ പ്രതിധ്വനികൾ ഉണ്ടായിരിക്കും. ഈ PV അൻവർ ഉന്നയിച്ച മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം CPM-ആയിട്ട് വലിയ കലഹം തുടങ്ങി വെക്കുന്നത് ഈ ന്യൂനപക്ഷ വിരുദ്ധത, CPM-ന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ന്യൂനപക്ഷ വിരുദ്ധത ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഈ മുസ്ലിം സംഘടനകളൊക്കെ അദ്ദേഹത്തോടെ ഏറെക്കുറെ ഐക്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ അന്ന് കണ്ടതാണ്. പക്ഷേ അത് പിന്നീട് നിലമ്പൂരിൽ അൻവർ മത്സരിച്ചപ്പോൾ അതങ്ങനെ വോട്ടായില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണ PV അൻവർ പിണറായി അദ്ദേഹം തന്നെ വിളിക്കുന്ന പിണറായിസത്തെ എതിരിട്ട് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിരുദ്ധതയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രംഗത്തിറങ്ങുമ്പോൾ ഈ മുസ്ലിം സംഘടനകൾ എത്രത്തോളം അദ്ദേഹവുമായി ഐക്യപ്പെടാൻ സാധ്യതയുണ്ട്? ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് മുസ്ലിം സംഘടനകൾക്കിടയിൽ കൂടുതൽ ഐക്യമുണ്ടായി എന്നുള്ളതാണ്. അതായത് മുസ്ലിം സംഘടനകൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾക്കിടയിൽ പോലും ഐക്യമുണ്ടായി, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു ഐക്യം എന്നതിനോട് പൂർണ്ണമായി അവർ യോജിച്ചു എന്നല്ല അർത്ഥം. ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPM ഉയർത്തുന്ന വാദം ആ പഴയതുപോലെ അത് അങ്ങ് ഏൽക്കുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് CPM-ന്റെ ആരോപണം അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള
ഒരു ആരോപണം മാത്രമാണ്, അത് ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്ന് തെളിയിക്കാൻ ഏതാണ്ട് UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പണ്ട് കാലത്ത് ജമാഅത്തുമായിട്ട് യോജിച്ചായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ജമാഅത്ത് വിരുദ്ധ നിലപാട്, CPM-ന്റെ ജമാഅത്ത് വിരുദ്ധ നിലപാട് എന്നുള്ളത് ശുദ്ധ തട്ടിപ്പാണെന്നും അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നും UDF-ന് ഫലപ്രദമായി ചേർക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു പ്രത്യേകത എന്നുള്ളത്. ഇപ്പം ഉദാഹരണത്തിന് കാന്തപുരം വിഭാഗം, അത് എല്ലാ കാലത്തും CPM-നും LDF-നും അനുകൂലമായി രാഷ്ട്രീയ നിലപാടെടുത്തവരാണ്. ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് കാന്തപുര വിഭാഗത്തിൽ പോലും CPM-ന്റെ ഈ കടുത്ത മുസ്ലിം വിരുദ്ധത എന്ന് ആരോപിക്കപ്പെടുന്ന ആ ഒരു നിലപാടിനോട് ഉള്ള ഒരു അസംതൃപ്തി പ്രകടമാണ്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് 2026-ലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും കൂടുതൽ ഐക്യം ഉണ്ടാവുകയും മുസ്ലിം സംഘടനകൾക്കിടയിൽ കൂടുതൽ ഐക്യം ഉണ്ടാവുകയും അത് UDF-ന് അനുകൂലമായി CPM-ന് എതിരായി തീരുകയും എന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നതിന്റെ ബാക്കിയായിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗത്തെ അരിവാൾ സുന്നികളിൽ നിന്ന് വിളിച്ചിരുന്ന കാലമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഈ തരത്തിൽ അവർ CPM-നോട് അകലുന്ന ഒരു ചിത്രമാണെങ്കിൽ അതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് കൂടെ ഇതിനിടയിൽ ഒന്ന് പറഞ്ഞു പോകാം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം CPM-ന് മുസ്ലിം വോട്ട് വേണ്ടതില്ല, അവർ കേന്ദ്രീകരിക്കുന്നത് മറ്റു കേന്ദ്രങ്ങളിലാണ്, പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകളിലാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്ന ഒരു തോന്നൽ സൃഷ്ടിക്കുന്നതില് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അടങ്ങുന്ന ഒരു UDF സംവിധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമായി കഴിഞ്ഞു എന്നത് കൊണ്ടാണ് കാന്തപുര വിഭാഗത്തിനിടയിൽ ഇങ്ങനെ ഒരു നിലപാട്, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്കിലും സ്വാധീനിക്കാവുന്ന നിലപാട് വരുന്നത്. മാത്രമല്ല, ഈ മുസ്ലിം സമുദായത്തിനെ മതപരമായി തന്നെ തകർക്കാനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുണ്ടാവുന്നു. അതായത് ലിബറലിസം അല്ലെങ്കിൽ മതനിരാസം, അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ, അത് പാഠ്യപദ്ധതികളിലൂടെ, കുടുംബശ്രീ സംവിധാനങ്ങളിലൂടെ, അങ്ങനെ മതനിരാസം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് അജണ്ടയാണ് CPM നടപ്പാക്കുന്നത് എന്ന ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു മുസ്ലിം സംഘടനകൾക്കും CPM-നെ പിന്തുണയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കാന്തപുരം ഗ്രൂപ്പ് പോലും CPM-ൽ നിന്ന് അകലുന്ന ഒരു പ്രതിഭാസം ഉണ്ടാവും. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇപ്പോഴത്തെ CPM-ന്റെയും പിണറായി വിജയന്റെയും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഈ ബന്ധം അതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതല്ലേ? അതിനെയും വോട്ടാക്കാൻ PV അൻവറിന് കഴിയും എന്ന് കരുതാമോ? തീർച്ചയായും. CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ബാധ്യത എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനായിരിക്കും. കാരണം അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നത്, ഞാൻ വിമർശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്, അത് മുസ്ലിം സമുദായത്തെ മൊത്തമല്ല എന്നുള്ളത്. പക്ഷേ ഇന്നലെയോ മെനഞ്ഞാന്നോ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ക്രിസ്ത്യാനികള് മൊത്തം മുസ്ലിങ്ങളെ പേടിച്ചാണ് ജീവിക്കുന്നത് എന്നത്. അത് മുസ്ലിം ലീഗിനെ മാത്രം ഉദ്ദേശിച്ചല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുശേഷം പോലും ഒരൊറ്റ CPM നേതാവും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു കാര്യം അത് എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളിലും, അത് CPM-നെ കാലാകാലമായി പിന്തുണയ്ക്കുന്ന കാന്തപുരം വിഭാഗത്തിൽ പോലും വളരെ ശക്തമായ സ്വാധീനം ഉണ്ടാക്കും. അത് മലബാർ ജില്ലകളിൽ ഈ വോട്ടെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPM-ന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധവും, അതേ വെള്ളാപ്പള്ളിയുടെ ഈ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകളെ തള്ളിക്കളയാൻ CPM കാണിക്കുന്ന മടിയുമായിരിക്കും എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാണ്. ഈ CPM-ആയിട്ട് അകലാൻ തുടങ്ങിയ ഘട്ടത്തിൽ CPM-ന്റെ ന്യൂനപക്ഷ വിരുദ്ധത എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ PV അൻവർ ഉന്നയിച്ച കാരണങ്ങൾ, അതായത് മലപ്പുറത്തെ സംബന്ധിച്ചും ഒക്കെ ഉന്നയിച്ച കാരണങ്ങൾ അത്രയൊന്നും വസ്തുതാപരമായിരുന്നില്ല എന്നുള്ളത് വ്യക്തമായതാണ്. പക്ഷേ അതേസമയം തന്നെ ആ ഒരു ക്യാമ്പയിൻ ഫലപ്രദമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-നും കഴിയും അല്ലേ? അങ്ങനെ തന്നെ കണക്ക് കൂട്ടാം അല്ലേ? തീർച്ചയായും. അത് അന്ന് അൻവർ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അതിനെ പലപ്പോഴും ആളുകൾ സംശയത്തോടുകൂടിയാണ് കണ്ടത്. CPM-നെ പോലുള്ള ഒരു പാർട്ടിയെ, അല്ലെങ്കിൽ പിണറായി വിജയനെ പോലുള്ള
ദീർഘകാലം ഒരു മതേതര രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച ഒരു നേതാവിനെ ന്യൂനപക്ഷ വിരുദ്ധൻ എന്ന് എങ്ങനെ മുദ്രകുത്താനാവും എന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഉയർത്തിയ ആ ഒരു പ്രശ്നം അത്ര കണ്ട സ്വാധീനം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെ അടിവരയിടുന്ന തരത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഓരോ CPM നേതാവിനെ, പ്രത്യേകിച്ച് AK ബാലൻ പറയുന്നത് മാറാട് UDF അധികാരത്തിൽ വന്നാൽ മാറാട് ആവർത്തിക്കുമെന്ന് പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മൊത്തം ക്രിമിനലൈസ് ചെയ്യുന്നത്, അതിൽ നടക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും, ഇന്ന് സജി ചെറിയാൻ പറയുന്ന കാര്യങ്ങള്, ഇന്നുമായിട്ട് പറയുന്ന കാര്യങ്ങള്, അങ്ങനെ CPM നേതാക്കന്മാർ ബോധപൂർവം, അതായത് ഈ മുസ്ലിം വിരുദ്ധത എന്നുള്ളത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവോ മാത്രം സംഭവിക്കുന്ന ഒരു തെറ്റല്ല എന്നും, മറിച്ച് CPM എന്ന പാർട്ടിയുടെ അടിസ്ഥാനപരമായ നിലപാട് മാറ്റമാണ് സൂചിപ്പിക്കുന്നത് എന്നും പൂർണ്ണമായി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF വളരെ അളവോളം വിജയിച്ചിട്ടുണ്ട്. ആ ഒരു അസ്വസ്ഥത മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും വോട്ടായി മാറുകയും ചെയ്യും. അങ്ങനെ UDF അനുകൂലമായി കളമൊരുക്കുന്നതിൽ CPM തന്നെ പെടാപ്പാട് പെടുന്നു എന്ന് പോലും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ PV അൻവറിന്റെ കാര്യത്തിൽ UDF ഇനി ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് കരുതാവുന്ന സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കോഴിക്കോട് UDF കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് സീറ്റിൽ PV അൻവർ ഇറങ്ങുമ്പോൾ അത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? അതിനുള്ള സാധ്യത നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായിരുന്നു. അൻവർ UDFിലേക്ക് വരേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് മലപ്പുറത്തെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, ആര്യാടൻ ഷൗക്കത്തിനെ പോലുള്ള നേതാക്കന്മാർക്ക് ഉറച്ച നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിനെ തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം അടക്കം അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി UDFിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ രണ്ടാം ഘട്ടമാണ് മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുള്ള ബേപ്പൂര് പോലുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടുവരുന്നത്. മുസ്ലിം ലീഗ് നേതാവ് മായിനാജി തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അൻവറിന്റെ കാൻഡിഡേറ്റിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എല്ലാ അർത്ഥത്തിലും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന U പോക്കർ, അദ്ദേഹം നല്ലോണം ബേപ്പൂർ ഏരിയയുള്ളതാണ്, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ലീഗിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം UDFിലെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം അൻവറാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം മുസ്ലിം ലീഗ് അംഗീകരിച്ചു കഴിഞ്ഞു, കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ UDFിലെ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത് കോൺഗ്രസിന്റെ സീറ്റാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി PM നിയാസ് ആയിരുന്നെങ്കിലും മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണത്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാക്കള് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എല്ലാ രീതിയിലും സ്വാഗതം ചെയ്തതോടുകൂടി UDFിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ CPMന്റെ ന്യൂനപക്ഷ വിരുദ്ധത PV അൻവർ ഉന്നയിച്ച് തുടങ്ങിയ ആ വിഷയം തന്നെയാണ് ഇനി ബേപ്പൂരിലും ബേപ്പൂര് വഴി മലബാർ ജില്ലകളിലുടനീളം ചർച്ചയാവാനിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. അതായത് CPMനുള്ളിൽ പ്രശ്നങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, വിഭാഗീയത പുറമേക്കില്ലെങ്കിലും അതൃപ്തരുണ്ട് എന്നുള്ള ഒരു ഉറപ്പാണ്. അത്തരം ആൾക്കാരെ കൂടെ നിർത്താൻ അല്ലെങ്കിൽ ആ വോട്ടുകൾ സമാഹരിക്കാൻ PV അൻവറിന് കഴിയും എന്നുള്ളതും എന്ന് നമ്മൾ കാണണം, അല്ലേ? തീർച്ചയായിട്ടും ഒരു വിഭാഗീയത എന്നുള്ളത് CPMന് എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരുന്നു. കോഴിക്കോട് ജില്ലയില് VSന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. TP ചന്ദ്രശേഖരന്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഉണ്ടായിരുന്ന വിഭാഗീയത, അതിനുശേഷം പിണറായിയുടെ അപ്രമാദിത്വം ജില്ലയിൽ പൂർണ്ണമാണ്. എങ്കിലും ഒരു കൂട്ടം അസംതൃപ്തര് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. റിയാസിനെ ഈ ഒരു നിലയിൽ ഉയർത്തിക്കൊണ്ടുവരികയും മന്ത്രി സ്ഥാനം കൊടുക്കുകയും ചെയ്തതിൽ ചിലർക്കൊക്കെ അതൃപ്തിയുണ്ട് എന്നുള്ളത് രഹസ്യമായ പരസ്യമാണ്, അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമാണ്. അപ്പോ അത്തരം ആളുകളുടെ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിണറായി വിരുദ്ധരുടെ എങ്കിലും അത് വളരെ എന്താ പറയാ, അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അതൊരു പണ്ടത്തെ പോലെയുള്ള വിഭാഗീയത നിലനിൽക്കുന്നില്ലെങ്കിലും
ആ ഒരു വിഭാഗത്തിന്റെ എങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന്റെ എങ്കിലും പിന്തുണ അൻവർ തേടുന്നുണ്ടാവാം. കാരണം ഇത് റിയാസിന്റെ ഈ ഉയർച്ച എന്നുള്ളത് പെട്ടെന്നായിരുന്നല്ലോ. ആ ഉയർച്ചയില് പ്രശ്നമുള്ള ആളുകള് CPM കോഴിക്കോട് എന്തായാലും ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. അത്ര ആളുകളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ PV അൻവറിന് കഴിയും. അൻവറിന് സാധിക്കും. അൻവർ മാത്രമല്ല, അദ്ദേഹം അങ്ങനെയുള്ള ചില നീക്കങ്ങൾ കൂടി ഈ 2-3 ദിവസങ്ങളിൽ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ കുറച്ചു കാലം പ്രവർത്തിച്ച ഒരു പാർട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത ഒരു പാർട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ കോർണറുകൾ ഏതൊക്കെ വാതിലുകളിലാണ് മുട്ടേണ്ടത് എന്ന കാര്യം കൃത്യമായിട്ട് അറിയാം. അത് ചെറിയ ശതമാനം വോട്ടുകളാണെങ്കിൽ പോലും അത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് നിർണായകമാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു വോട്ട് കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് UDF അൻവറിനെ കലർത്തി നിർത്തുന്നത്.